ഹായ് ഡിയേഴ്സ്, ഞങ്ങൾ അവസാനം ഹാംപ്ടൺ ബൈ ഹിൽട്ടൺ എന്ന് പറയുന്ന ഹോട്ടലിലെത്തി. ഷാർജയിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ ദൂരമുള്ള ഒരു ഹോട്ടലാണ്. ഷാർജ ബോർഡറിൽ നിന്ന് ദുബായിലേക്ക് കടക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ഹാംപ്ടൺ ബൈ ഹിൽട്ടൺ എന്ന് പറയുന്ന ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ബഹ്റിൽ നിന്നാണ് ഇതിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ എന്തായാലും ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് 8ാമത്തെ ഫ്ലോറിൽ 824ാമത്തെ റൂമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. റൂമിൻ്റെ വൈഫൈ പാസ്വേഡും കാര്യങ്ങളൊക്കെ ലഭിച്ചു. ഇപ്പോൾ നമ്മൾ റൂമിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ റൂമിൽ ചെന്നിട്ട് റൂമിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. ഞങ്ങളങ്ങനെ റൂമിലേക്ക് പ്രവേശിച്ചു. 2 ഫാമിലിക്ക് താമസിക്കാവുന്ന റൂമാണ്. 2 ഫാമിലി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലൊരു പാർട്ടീഷനുണ്ട്, പാർട്ടീഷൻ ഡോറുണ്ട്. ആ ഡോർ ഓപ്പൺ ചെയ്തിട്ട് മറ്റൊരു റൂമിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് അവർ ആ ഡോറ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബെഡ് എന്ന് പറയുന്ന ആ സോഫ സെറ്റിയാണ്. ആ സോഫ സെറ്റ് നമുക്ക് അത് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബെഡായിട്ട് മാറും. അപ്പോൾ അത് കുട്ടികൾക്ക് പ്രത്യേകം ബെഡും കാര്യങ്ങളൊന്നും റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഒരു ബെഡായിട്ട് തന്നെയാണ് ഉപയോഗിക്കാവുന്നത്. എന്തായാലും വളരെ മനോഹരമായ ഒരു വൃത്തിയുള്ളൊരു ഹോട്ടൽ തന്നെയാണ്. പെർ ഡേ നമ്മൾ 55 ദിനാറാണ് നമ്മൾ പേ ചെയ്യുന്നത്. ഈ റൂമിൽ നിന്ന് നമുക്ക് ബുർജ് ഖലീഫയും അതുപോലെ തന്നെ ഈ ദുബായ് എയർപോർട്ടൊക്കെ കാണാവുന്നതാണ്. എന്തായാലും ഞങ്ങൾ സാധനങ്ങളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയാം. ഹായ് ഡിയേഴ്സ്, ഞങ്ങളിപ്പോൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഈ ഹോട്ടൽ എന്ന് പറയുന്നത് ഷാർജ ബോർഡർ കഴിഞ്ഞ് ഷേഖ് സയദ് റോഡിലേക്ക് കടക്കുമ്പോൾ തന്നെ അൽക്കാസിസ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഞാൻ ബഹ്റിൽ നിന്ന് തന്നെയാണ് ഈ ഹോട്ടൽ ബുക്ക് ചെയ്തത്. ഒരു 4 ദിവസത്തേക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അൽക്കാസിസ് എന്ന് പറയുന്നൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഞങ്ങൾ എന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ട് പുറത്തൊക്കെ പോയി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഹോട്ടലിൽ നിന്ന് താഴെ വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഇതിന് ഓപ്പോസിറ്റ് കല്യാൺ ജുവലറിയും അതുപോലെ തന്നെ ജോയി ആലുക്കാസൊക്കെ ഉണ്ട്. ഇതിനോട് ചേർന്ന് തന്നെയാണ് തലാൽ സൂപ്പർ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഈ തലാൽ സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെയാണ് നാലുകെട്ട് എന്ന് പറയുന്ന ഒരു ബാറാൻ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മലയാളി ഹോട്ടലുകളും മന്തിയൊക്കെ ലഭിക്കുന്ന ഹോട്ടലുകളും പാകിസ്ഥാനികളുടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. ഒരുപാട് മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ അൽക്കുസിസ് എന്ന് പറയുന്നത്. ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ഈ ഫ്രീസോൺ പോർട്ട് മെട്രോ സ്റ്റേഷൻ്റെയും അൽക്കുസിസ് മെട്രോ സ്റ്റേഷൻ്റെയും ഇടയിലാണ് ഹാംപ്ടൺ ബൈ ഹിൽട്ടൺ എന്ന് പറയുന്ന ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഈ ഹോട്ടലിൽ തന്നെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കോംപ്ലിമെൻ്ററി ആയിട്ട് ലഭിക്കുന്നത്. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. എന്തായാലും വളരെ മനോഹരമായ ഒരു ലോ ബഡ്ജറ്റ് ഹോട്ടൽ തന്നെയാണിത്. ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോൾ വന്നിട്ട് 3ാമത്തെ ദിവസമാണെന്ന്. 25th നൈറ്റ് വന്ന് 26th ഓൾമോസ്റ്റ് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടു. 27th സാറ്റർഡേ. അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഈ ഹോട്ടലിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കോംപ്ലിമെൻ്ററി ആയിട്ട് തരുന്നത്. കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ സാധാ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ല, നല്ല ഒരു ബുഫേ സിസ്റ്റം തന്നെയാണ്. ചൈനീസും വെസ്റ്റേണും സൗത്ത് ഇന്ത്യനൊക്കെ ഉണ്ട് ഉള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് സിസ്റ്റം തന്നെയാണ് അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുന്നത്. എന്തായാലും ഒരു 12 ഫ്ലോറുള്ള ഒരു 3 സ്റ്റാർ ഹോട്ടലാണ് ഹാംപ്ടൺ ബൈ ഹിൽട്ടൺ എന്ന് പറയുന്നത്. ഇവർ തന്നെ 4 സ്റ്റാർ 5 സ്റ്റാറൊക്കെ ഉണ്ട്.
നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് അവർ രാവിലെ കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുന്നത്. ചൈനീസും അതുപോലെ തന്നെ ഈസ്റ്റേണും വെസ്റ്റേണും ഒക്കെ നിറഞ്ഞ ഒരുപാട് ഡിഷസ് ഉള്ള നല്ല മനോഹരമായ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് രാവിലെ അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് ലഭിക്കുന്നത്. എന്തായാലും ഒരുപാട് ആൾക്കാർ ഈ ഹോട്ടലിൽ താമസിക്കുന്നതായി, ഒരു ലോ ബഡ്ജറ്റിൽ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ടൂർ പാക്കേജുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗൈഡ്സിനെ നമുക്ക് രാവിലെ അവിടെ കാണാൻ കഴിയും. ഈ ഹോട്ടലിൽ തന്നെ ഇതിലൊരു ഫിഷർമാൻ ഹബ്ബ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ മനോഹരമായ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. ആ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് നമുക്ക് പോകാനോ അല്ലെങ്കിൽ ഒന്ന് സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് കുളിക്കുവാനൊന്നും സാധിച്ചില്ല. അതിനുള്ള ടൈമോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. ആക്ച്വലി രാവിലെ പോകും, രാത്രി തിരിച്ചു വരുന്നൊരു സംവിധാനമായിരുന്നു ഉണ്ടായിരുന്ന, ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും അവസാന ദിവസം ഈ 4th ഡേയിൽ ഞങ്ങൾ ഹോട്ടൽ വെക്കേറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ സ്വിമ്മിംഗ് പൂളിലും കാര്യങ്ങളൊക്കെ പോയി അവിടുത്തെ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത്. എന്തായാലും അവിടെ വളരെ മനോഹരമായ ഒരു ഫിഷർമാൻ ഹബ്ബ് എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു ബാർ ആൻഡ് റെസ്റ്റോറൻ്റ് ഉണ്ട്. എന്തായാലും വളരെ ഫേമസ് ആയിട്ടുള്ള അൽക്യൂസിസിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ്. എന്തായാലും കൂടുതലൊന്നും ഈ ഹോട്ടലിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത്രയും മനോഹരമായ ലോ ബഡ്ജറ്റിലുള്ള ഒരു ഹോട്ടൽ തന്നെയാണ്. പിന്നെ എന്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, അൽക്യൂസിസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് ഈസി ആയിട്ടുള്ള ആക്സസും കാര്യങ്ങളൊക്കെ ലഭിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ദുബായിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഒരുപാട് നമുക്ക് കാണുവാൻ കഴിയും. ലോ ബഡ്ജറ്റുള്ള ഓഫ് സീസണിലൊക്കെ നല്ല ലോ ബഡ്ജറ്റിൽ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമുക്ക് ഈ പിന്നെ അപ്പാർട്ട്മെൻറ്റുകളും അതുപോലെ തന്നെ ഹോട്ടലൊക്കെ ലഭിക്കും. എന്തായാലും ഈ അൽക്യൂസിസിലെ ഹാംപ്ടൺ ബൈ ഹിൽട്ടൺ ഹോട്ടലിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോ കൂടെ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ദുബായിയുടെ മറ്റു വിശേഷങ്ങളുമായി അതിമനോഹരമായൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.